കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള വീഡിയോ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ദ ലേസി ഡ്രീമർ. എന്താണ് ലേസി എന്ന് പറഞ്ഞാൽ? മടിയനായ, ഡ്രീമർ സ്വപ്നം കാണുന്ന ആൾ. ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം, ഡ്രീമർ എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്ന ആൾ. വൺസ്, ഒരിക്കൽ, ഇൻ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിൽ, ദ ലീവ് എ പുവർ ബ്രാഹ്മിൻ, അവിടെ ജീവിച്ചിരുന്നു എ പുവർ ബ്രാഹ്മിൻ, ഒരു പാവപ്പെട്ട ബ്രാഹ്മിൻ ജീവിച്ചിരുന്നു. ഹി വാസ് വെരി ലേൺഡ്, അദ്ദേഹം വളരെയധികം പഠിച്ച ആളാണ്. ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക, ലേൺഡ് എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നനാണ്. ബട്ട് ഡിഡ് നത്തിങ് ഓൾ ഡേ, ഹി ഡിഡ് നത്തിങ്, ഒന്നും ചെയ്യാറില്ല, ഓൾ ഡേ, എല്ലാ ദിവസവും, അതായത് ഒരു പണിക്കും പോവാറില്ല. ഹി ലിവ്ഡ് ഓൺ ദ ആംസ്, അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നു ദ ആംസ്. ആംസ് എന്ന് പറഞ്ഞാൽ കൈപ്പത്തിക്കാണ് ആംസ് എന്ന് പറയുന്നത്. ആംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൈപ്പത്തി കൊണ്ട് ജീവിച്ചു പറഞ്ഞാൽ കൈകാട്ടി യാചന ചെയ്ത് ജീവിച്ചു എന്നർത്ഥം. ദ വില്ലേജേഴ്സ്, ആ നാട്ടുകാർ, ഗേവ് ഹിം, അദ്ദേഹത്തിന് നൽകി, എവരി ഡേ, എല്ലാ ദിവസവും ഓരോ വസ്തുക്കൾ നൽകി, അതുമായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ആസ് യൂഷ്വൽ, പതിവ് പോലെ, ദ ബ്രാഹ്മിൻ ഗോട്ട് അപ്പ് ഇൻ ദ മോർണിംഗ്, ആ ബ്രാഹ്മിൻ എഴുന്നേറ്റു. ഗോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു, ഇൻ ദ മോർണിംഗ്, രാവിലെ. പെർഫോം, അദ്ദേഹം ചെയ്തു, പെർഫോം എന്ന് പറഞ്ഞാൽ ചെയ്യുക, അദ്ദേഹം ചെയ്തു ഇസ് മോർണിംഗ് റിച്വൽസ് എന്ന് പറഞ്ഞാൽ ചടങ്ങ്. അദ്ദേഹം രാവിലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ആൻഡ് സെറ്റ് ഔട്ട്, അദ്ദേഹം പുറപ്പെട്ടു. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫേസാണ്, നമ്മൾ മുമ്പ് പഠിച്ചു. പുറപ്പെട്ടു. ടു ബെഗ്, യാചിക്കാൻ വേണ്ടി. ഫോർ ആംസ്, ബെഗ് ഫോർ ആംസ് എന്നാൽ കൈനീട്ടി യാചിക്കാൻ വേണ്ടി പുറത്തുപോയി. ആസ് ഹി വെന്റ് ഫ്രം ഡോർ ടു ഡോർ, അദ്ദേഹം പോയപ്പോൾ, ഫ്രം ഡോർ ടു ഡോർ, വാതിൽ, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക്. ഒരു വാതിൽ, ഡോർ എന്ന് പറഞ്ഞാൽ വാതിലാണ്, ഒരു വാതിൽ നിന്ന് അടുത്ത വാതിൽ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ, ദ പീപ്പിൾ ഗേവ് ഹിം, ജനങ്ങൾ അദ്ദേഹത്തിന് നൽകി, സെവറൽ തിങ്സ്, ധാരാളം വസ്തുക്കൾ നൽകി. സം ഗേവ് ദാൽ, കുറച്ച് ആളുകൾ ദാൽ നൽകി. ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്. അതേഴ്സ് ഗേവ് ഹിം റൈസ്, മറ്റുള്ള ആളുകൾ അദ്ദേഹത്തിന് അരി നൽകി. ആൻഡ് എറ്റ് അതേഴ്സ് ഗേവ് ഹിം വെജിറ്റബിൾ, അങ്ങനെ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? വെജിറ്റബിൾ, പച്ചക്കറികൾ നൽകി. പക്ഷേ വൺ ജനറസ് ലേഡി, ഒരു ഔദാര്യമതിയായൊരു സ്ത്രീ, ഗേവ് വിത്ത് ദ ബ്രാഹ്മിൻ, ആ ബ്രാഹ്മിന് നൽകി, എ ലാർജ് മെഷർ ഓഫ് ഫ്ലോ, വലിയ അളവിൽ, മെഷർ എന്ന് പറഞ്ഞാൽ അളവിൽ, ഫ്ലോ എന്ന് പറഞ്ഞാൽ ധാന്യത്തിൻ്റെ പൊടിക്കാണ് ഫ്ലോർ എന്ന് പറയുന്നത്, മാവ്. വാട്ട് എ ഗുഡ് ലക്ക്, എന്തൊരു ഭാഗ്യം. I will not have to beg for alms for a long time. എനിക്ക് യാചിക്കേണ്ടതില്ല. ബെഗ് ഫോർ ആം, കൈനീട്ടി യാചിക്കേണ്ടതില്ല. ഫോർ എ ലോങ് ടൈം, അപ്പോൾ എനിക്ക് ആവശ്യത്തിന് പൊടി കിട്ടി, ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും യാചിക്കേണ്ടി വരില്ല, കുറച്ചു കാലം നമുക്കിതുമായി ജീവിക്കാമെന്ന് ബ്രാഹ്മിൻ ചിന്തിക്കുകയാണ്. തോട്ട് ദ ബ്രാഹ്മിൻ ടു ഹിംസെൽഫ്, ബ്രാഹ്മിൻ ചിന്തിച്ചു. ഹി വെന്റ് ഹോം, അദ്ദേഹം വീട്ടിലേക്ക് പോയി. ആൻഡ് കുക്ക്ഡ് ഹിസ് ലഞ്ച്, അദ്ദേഹത്തിൻ്റെ ലഞ്ച്, ഉച്ചഭക്ഷണം പാകം ചെയ്തു. ആഫ്റ്റർ ഹി ഹാഡ് ഈറ്റൻ, അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം, ദ ബ്രാഹ്മിൻ പുട്ട് ദ ഫ്ലോ, ആ മാവിനെ ഇട്ടു, ആ പൊടിയെ ഇട്ടു, ഇൻ ടു എ ലാർജ് മഡ് പോട്ട്, ഒരു വലിയ, മഡ് എന്ന് പറഞ്ഞാൽ ചളി എന്നാണ്, ചളിയുടെ പോട്ട് എന്ന് പറയുമ്പോൾ മൺകലത്തിൽ ഇട്ടു. ആൻഡ് ഹങ്, അത് തൂക്കിയിട്ടു. ഇറ്റ് നിയർ ഹിസ് ബെഡ്, അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ അടുത്ത്, ബെഡിൻ്റെ അടുത്ത് അതിനെ തൂക്കിയിട്ടു. എന്തിനാണ് തൂക്കിയിട്ടത്? നൗ ഇറ്റ് വിൽ ബി സേഫ് ഫ്രം റാറ്റ്സ്, അതെന്താണ്? ഇപ്പോൾ അത് എലികളിൽ നിന്നും സുരക്ഷിതമാണ്. he said himself, അദ്ദേഹം സ്വയം പറഞ്ഞു. as he lay down, അദ്ദേഹം കിടന്നപ്പോൾ,
ഇൻ ഹിസ് കോട്ട്, അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ കിടന്നപ്പോൾ. കോട്ട് എന്ന് പറഞ്ഞാൽ കട്ടിൽ. ഫോർ എ ആഫ്റ്റർനൂൺ നാപ്പ്. നാപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഉറക്കത്തിനാണ്, പ്രത്യേകിച്ചും പകലിൽ ഉറങ്ങുന്ന ചെറിയ ഉറക്കത്തിനാണ് നാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സ്വാഭാവിക ചെറിയ ഉറക്കത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞു. ഹി ബിഗാൻ ടു തിങ്ക്. അങ്ങനെ അദ്ദേഹം ബ്രാഹ്മൺ ചിന്തിക്കാൻ തുടങ്ങി. ഐ വിൽ സേവ് ദിസ് ഫ്ലോർ. ഈ പൊടിയെ ഞാൻ സൂക്ഷിക്കും, സേവ് ചെയ്യും. അണ്ടിൽ ദർ ഈസ് എ ഫാമിൻ. ഒരു ഫാമിൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം, ഒരു ഭക്ഷ്യക്ഷാമം വരുന്നത് വരെ ഞാൻ ഈ പൊടിയെ സൂക്ഷിക്കും. ദെൻ ഐ വിൽ സെൽ ഇറ്റ് അറ്റ് എ വെരി ഗുഡ് പ്രൈസ്. ഞാൻ ഇതിനെ വിൽക്കും അറ്റ് എ വെരി ഗുഡ് പ്രൈസ്. നല്ല ഒരു വിലക്ക് ഇതിനെ വിൽക്കും. വിത്ത് ദാറ്റ്, അതുകൊണ്ട് I'll buy a pair of goats. അങ്ങനെ ഞാൻ മേടിക്കും എ പെയർ ഓഫ് ഗോഡ്സ്, ഒരു പെയർ ഗോഡ്സ്, ആടിനെ മേടിക്കും. വെരി സൂൺ, വളരെ പെട്ടെന്ന് തന്നെ I'll have a large flock of goats. എനിക്കുണ്ടാവും എ ലാർജ് ഫ്ലോക്ക് ഓഫ് ഗോഡ്സ്, ഒരു വലിയ ആട്ടിൻകൂട്ടം എനിക്കുണ്ടാവും. ഫ്ലോക്ക് നമ്മൾ മുമ്പ് പഠിച്ചു, ആട്ടിൻ കൂട്ടം എന്നർത്ഥം, ആടുകളുടെ കൂട്ടം. വിത്ത് ദർ മിൽക്ക്, അവരുടെ പാല് കൊണ്ട് I'll make more money. അങ്ങനെ ഞാൻ കൂടുതൽ പണമുണ്ടാക്കും. Then I'll buy a cow. അതിനുശേഷം I'll buy a cow, ഞാനൊരു പശുവിനെ വാങ്ങും. and a bull എന്ന് പറഞ്ഞാൽ കാളയും വാങ്ങും. വെരി സൂൺ I'll also have a large herd of cows. വളരെ പെട്ടെന്ന് തന്നെ I'll also have, എനിക്ക് ഉണ്ടാവും എ ലാർജ് ഹെഡ് ഓഫ് cows. ഹെഡ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ഒരു വലിയ പശുക്കൂട്ടം എനിക്ക് ഉണ്ടാവും. ദ മിൽക്ക്, അവരുടെ പാല്, വിൽ ഫെച്ച് മീ എ ലോട്ട് ഓഫ് മണി, അത് എനിക്ക് ഒരുപാട് പണം കൊണ്ടുവരും. I'll become very wealthy. അങ്ങനെ ഞാൻ വളരെ അധികം ധനികനാവും, വെൽത്തി, സമ്പത്തുള്ള ആളാവും. I'll build for myself. ഞാൻ സ്വയം ഉണ്ടാക്കും. ബിൽ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കും, ഉണ്ടാക്കും. എ ഹ്യൂജ് പാലസ്, ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കും. ആൻഡ് ഗെറ്റ് മാരീഡ്, അങ്ങനെ ഞാൻ വിവാഹം കഴിക്കും. ടു എ ബ്യൂട്ടിഫുൾ വുമൻ, ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്യും. ദെൻ വി വിൽ ഹാവ് എ ലിറ്റിൽ സൺ, അങ്ങനെ നമുക്ക് ഒരു ചെറിയ കുട്ടിയുണ്ടാവും. ആൻഡ് വിൽ ബി എ പ്രൗഡ് ഓഫ് ഫാദർ. ഐ വിൽ ബി എ പ്രൗഡ് ഓഫ് ഫാദർ, അങ്ങനെ ഞാനൊരു അച്ഛനായി മാറും. ഐ വിൽ ബി എ പ്രൗഡ് ഓഫ് ഫാദർ എന്ന് പറഞ്ഞാൽ ഞാനൊരു, പ്രൗഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. ഫാദർ, ഒരു ഫാദറാണെന്നുള്ള അഭിമാനമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു അച്ഛനാകും എന്നർത്ഥം. ഇൻ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, മൈ സൺ വിൽ സ്റ്റാർട്ട് ക്രൗളിങ്, അങ്ങനെ എൻ്റെ മകൻ വിൽ സ്റ്റാർട്ട്, അവൻ ആരംഭിക്കും ക്രൗളിങ്. ക്രൗളിങ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു പോകാൻ തോന്നും. ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇഴഞ്ഞു നടക്കാറില്ലേ, അതിനാണ് ക്രൗളിങ് എന്ന് പറയുന്നത്. ഹി വിൽ ബി മിസ്ചീവിയസ്, അങ്ങനെ അവനെന്താവും, വളരെയധികം വികൃതിയുള്ള ആളാവും. മിസ്ചീവിയസ് എന്ന് പറഞ്ഞാൽ വളരെ വികൃതിയുള്ള ആളാണ്. I'll be worried, ഞാൻ വളരെയധികം അസ്വസ്ഥനാകും. that he may come to some harm, അവൻ എന്നെ എന്തെങ്കിലും ശല്യം ചെയ്യും. അപ്പോൾ ഇവിടെ he may come, അവൻ വരും, to some harm, കുറച്ച് ശല്യത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ എന്നെ ശല്യം ചെയ്യും അവൻ എന്നർത്ഥം. അങ്ങനെ I will call out, ഞാൻ ഉറക്കെ വിളിച്ചു പറയും. to my wife, എൻ്റെ ഭാര്യയോട് വിളിച്ചു പറയും. to take care of him, അദ്ദേഹത്തെ, ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറയും. ബട്ട് she'll be busy, അവൾ വളരെയധികം തിരക്കായിരിക്കും. വിത്ത് ഹൗസ് വർക്ക്, വീട്ടിലെ ഓരോ ജോലിയുടെ തിരക്കിലായിരിക്കും. ആൻഡ് വിൽ ഇഗ്നോർ മൈ കോൾ, അങ്ങനെ അവൾ എന്ത് ചെയ്യും, എൻ്റെ കോളിനെ ഇഗ്നോർ ചെയ്യും, അവഗണിക്കും. അവൾ കേൾക്കില്ല, വരില്ല. ഐ വിൽ ഗെറ്റ് സോ ആംഗ്രി, അങ്ങനെ ഞാൻ വളരെയധികം ദേഷ്യപ്പെടും. ഐ വിൽ കിക്ക് ഹെർ, ഞാൻ അവളെ ചവിട്ടും, കിക്ക് ചെയ്യും. ടു ടീച്ച് ഹെർ, അവളെ പഠിപ്പിക്കാൻ എ ലെസൺ, ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി
ഞാൻ അവളെ ചവിട്ടും. ലൈക്ക് ദിസ്, ഇതുപോലെ. ഹിസ് ബ്രാഹ്മിൻ ത്രൂ ഔട്ട്, ആ ബ്രാഹ്മിൻ എറിഞ്ഞു ഹിസ് ലെഗ് അപ്പ്, അദ്ദേഹത്തിൻ്റെ കാലിനെ ഉയരത്തിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ കാലുകൊണ്ട് ചവിട്ടി. ഹിസ് ഫുട്ട് ഹിറ്റ് ദ പോട്ട്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് ഹിറ്റ് ദ പോട്ട്, അപ്പോൾ ആ കുടം മാവ് കെട്ടി തൂക്കിയ ആ കുടത്തിലേക്ക് തട്ടി. ഓഫ് ദ ഫ്ലോർ ഹാങ്ങിങ് ഓവർ ഹെഡ്, അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിൽ കെട്ടിത്തൂക്കിയ ആ കുടത്തിൽ തട്ടി. ആൻഡ് ഇറ്റ് കെയിം ഡൗൺ, അതങ്ങനെ അത് താഴേക്ക് വീണു. വിത്ത് എ റിസൗണ്ടിങ് ക്രാഷ്, റിസൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റിസൗണ്ടിങ് പ്രതിധ്വനി കൊള്ളുക, അതിനാണ് റിസൗണ്ടിങ് എന്ന് പറയുന്നത്. റിസൗണ്ടിങ് ക്രാഷ്, ഒരു ക്രാഷ് എന്ന് പറഞ്ഞാൽ തകർച്ചയുടെ, അപ്പോൾ ഒരു വലിയ ശബ്ദത്തിൽ ഒരു എന്തെങ്കിലും വീണ് പൊട്ടുമ്പോഴുള്ള പ്രതിധ്വനിയോടുകൂടെ ആ കുടം വീണ് പൊട്ടി. സ്പിൽ ദ ഫ്ലോ, ആ മാവിനെ വിതറി ചിതറിപ്പോയി. ഓൾ ഓവർ ദ ഡേർട്ടി ഫ്ലോർ, ആ ചളി പുരണ്ട നിലത്തിലൂടെ, ഡേർട്ടി തന്നെ ചളി പുരണ്ട നിലത്തിലൂടെ ആകെ സ്പില്ലായി, ആകെ തെറിച്ചുപോയി. ദ ലേസി ബ്രാഹ്മിൻ റിയലൈസസ്, അങ്ങനെ ദ ലേസി ബ്രാഹ്മിൻ, ആ മടിയനായ ബ്രാഹ്മിൻ റിയലൈസ്, തിരിച്ചറിയുന്നത് ദാറ്റ് ഹിസ് ഫൂളിഷ്നെസ്, അദ്ദേഹത്തിൻ്റെ പൊട്ടത്തരം, ആൻഡ് വാനിറ്റി, അദ്ദേഹത്തിൻ്റെ പൊങ്ങച്ചം, അഹങ്കാരം, പൊങ്ങച്ചം. സ്ത്രീകളുടെ ഒരു ബാഗിൻ്റെ പേര് വാനിറ്റി ബാഗ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പൊങ്ങച്ചത്തിന് വേണ്ടി പണ്ടാരോ കൊണ്ടു നടന്നുകൊണ്ടാണ് അതിനെ വാനിറ്റി ബാഗ് എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, എനിവേ ഹാഡ് ലോസ്റ്റ് ഹിം, അദ്ദേഹത്തിന് നഷ്ടമായി. എ പ്രഷ്യസ് മെഷർ ഓഫ് ഫ്ലോ, വളരെ ആ മാവ് മൊത്തം നഷ്ടമായി, ആ പൊടി മൊത്തം നഷ്ടമായി. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വില കൂടിയ, മെഷർ അളവിൽ, ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വില കൂടിയ അളവിൽ എന്ന് പറഞ്ഞാൽ വളരെ ആ മാവ് മൊത്തം നഷ്ടമായി എന്നർത്ഥം. ദ ലേസ്നെസ് ആൻഡ് ഫൂളിഷ്നെസ്, മടിയും പൊട്ടത്തരവും, ടോട്ട് ഹിം, അദ്ദേഹത്തെ പഠിപ്പിച്ചു. എ ലെസൺ, ഒരു പാഠം പഠിപ്പിച്ചു. ദെറാഫ്റ്റർ, അതിനുശേഷം ഹി ലീവ്ഡ്, അദ്ദേഹം ജീവിച്ചു. ആൻ ആക്റ്റീവ് ലൈഫ്, ഒരു ആക്റ്റീവായ ജീവിതം നയിച്ചു. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ കർമ്മോത്സുകനായ, നല്ല പണികളെല്ലാം ചെയ്ത് ജീവിക്കുന്ന ആൾ. വിച്ച് ടുക്ക് ടു ഹൈറ്റ്സ്, അദ്ദേഹത്തിന് അത് എടുത്തു. ടു ഹൈറ്റ്, ഉയരങ്ങളിലേക്ക് എടുത്തു പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങനെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടായി എന്നർത്ഥം. ഇതാണ് നമ്മുടെ കഥ, ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ സ്വാഭാവികമായും അറ്റൻഡ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളതിന് ആൻസർ ചെയ്യുക. ഓക്കെ, ഇവിടെ കഥ അവസാനിച്ചു. ഇനി നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. See you. Bye.